ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തേത് ഒരു ഈവനിങ് വ്ളോഗാണ്. വൈകുന്നേരം മുതൽ രാത്രി വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കുട്ടുവാണെങ്കിൽ വൈകുന്നേരത്ത് നമ്മളുടെ വീടിന് തൊട്ടടുത്താണ് കേട്ടോ, ഫാമിലി ഡിസ്കൗണ്ടിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വെറുതെ ഞാനിവിടെ കയറി വന്നതാണ്. എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കാണുകയും വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. ഞാൻ അങ്ങനെ എപ്പോഴും വരാത്ത ഒരു കടയാണിത് കേട്ടോ. എനിക്കെന്താണെന്നറിയത്തില്ല. പണ്ടൊരു തവണ ഞാനിവിടെ വന്നപ്പോൾ കുറേ തുമ്മിയതിന് ശേഷം എനിക്ക് ഇവിടെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂക്കൊക്കെ ഇങ്ങനെ വൃത്തിയൊക്കെ ചെയ്യും, പൊടി അടിച്ചിട്ടുള്ള. പക്ഷേ ഇപ്പോൾ അവരതെല്ലാം ക്ലിയർ ചെയ്ത് മുന്നിലത്തെ സംഭവമാണേ പറയുന്നത്. പക്ഷേ കുട്ടു സ്ഥിരമായിട്ട് ഇവിടെ വന്നിട്ട് എനിക്കിങ്ങനെ ഓരോ പിക്ചറൊക്കെ ഇട്ട് തരും. ഉമ്മി നല്ല നല്ല പാത്രങ്ങളുണ്ട്, അല്ലെങ്കിൽ നല്ല ടിന്നുകളുണ്ട്, നല്ല രസമുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് ഇടയ്ക്ക് പറയും. പിന്നെ ഷെബുവും വസീം വരുമ്പോഴും ഞാൻ അവരുടെ വീഡിയോയിൽ നിന്ന് കാണാറുണ്ട്. പക്ഷേ എനിക്കെന്തോ ഇവിടെ വരുന്നതിനോട് തീരെ താല്പര്യമില്ല. എന്തായാലും ഒന്ന് വന്ന് നോക്കാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ രണ്ടും മാത്രമായിട്ട് വന്നതാട്ടോ. വന്നപ്പോഴോ കുറേ വെറൈറ്റി സാധനങ്ങളുണ്ട്. ഒരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ട് കടയിൽ. എനിക്കൊന്ന് ആകെ ഒരു തവണയോ മറ്റോ ഞാനിവിടെ കയറിയിട്ടുള്ളൂ, മുന്നേ എപ്പോഴോ. അത് കുറേ നാൾ മുന്നെയാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അടിപൊളി സംഭവങ്ങളൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. നല്ല പലതിനും പല റേറ്റാണ്. ഒരുപാട് കുറഞ്ഞ റേറ്റിലുള്ള സാധനങ്ങളും അത്രത്തോളം തന്നെ കൂടിയ റേറ്റിലുള്ള സാധനങ്ങളും ഉണ്ട്. ഓൺലൈനിനകത്ത് കാണുന്ന മിക്ക സംഭവങ്ങളും ഇപ്പം നമ്മളുടെ 4 ചുറ്റിനും അവൈലബിളാണ്. ട്രെൻഡിയോൾ അല്ലെങ്കിൽ ഷീനിൽ, തമൂല് ഒക്കെ കാണുന്നതാ. നോക്കി ആ സാധനങ്ങളെല്ലാം ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഇതെനിക്ക് തോന്നുന്നു 65 മറ്റോ ആയിരുന്നെന്ന് തോന്നുന്നു. പിന്നെ ഈ ഒരു ഉള്ളിയൊക്കെ ഇടുന്ന ആ ഒരു ബാസ്ക്കറ്റൊക്കെ ഉണ്ടല്ലോ, അതിനും ഉണ്ട് അത്രയും വില, 95 ഒക്കെ ഉണ്ട്. പിന്നെ ദാണ്ട് ഈ ഒരു കണ്ടെയ്നറാണല്ലോ ഇപ്പോഴത്തെ താരം എന്ന് പറയുന്നത് എല്ലാവരുടെയും കിച്ചണിൽ. അതിനും അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. 5 റിയാലൊന്നുമല്ല, അതിൽ കൂടുതൽ 35, 55 ഒക്കെ ആയിരുന്നു അതിനും. പിന്നെ ദാണ്ട് ഈ ഇരിക്കുന്ന സംഭവങ്ങൾ, ഇതും അടിപൊളിയായിരുന്നു കേട്ടോ. കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരുവിധ എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. ഇതിന് എനിക്ക് തോന്നുന്നു 100 താഴെയാണ് കേട്ടോ. 100ന് മുകളിലോട്ടുള്ളതുണ്ട്, താഴെ ഉള്ളതുണ്ട്. ഇതിൻ്റെ കുപ്പി, ആ ഒരു ഗ്ലാസ് ഉണ്ടല്ലോ, അത് ചിലതിനൊന്നും അത്ര ഒരു ക്വാളിറ്റി ഇല്ല, ചിലത് കുഴപ്പമില്ല, വെയിറ്റ് ഉണ്ട്. നമ്മളെപ്പം കുപ്പിയുടെ സാധനങ്ങൾ എടുക്കുമ്പോഴും നമ്മളുടെ ഈ ടിന്നുകളുണ്ടല്ലോ അത് എടുക്കുമ്പോഴും നല്ല ബലമുള്ളത് എടുക്കാനായിട്ട് ശ്രമിക്കണം. നമ്മൾ വെറുതെ മുട്ടത്തോട് പോലെയൊക്കെ ഇരിക്കുന്നത് അതെടുത്തു കഴിഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് അതിന് വലിയ ആയസില്ല കേട്ടോ. ഇതൊരെണ്ണം ഞാൻ നോട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ നെക്സ്റ്റ് ടൈം എപ്പോഴെങ്കിലും എടുക്കണം. ഞാൻ ജസ്റ്റ് കുട്ടുവിൻ്റെ കൂടെ വന്നില്ല, ഇങ്ങനെ കാര്യമായിട്ട് സാധനമൊന്നും വാങ്ങിക്കണമെന്ന് കരുതി വന്നില്ല. പിന്നെ ഇവിടെ ഉണ്ട് ഒരുപാട് കെറ്റിലുകളൊക്കെ. അവൻ്റെ കൂടെ വന്നതുകൊണ്ട് തന്നെ അധികം നിന്ന് കറങ്ങാൻ പറ്റത്തില്ല. വേഗത്തിൽ തന്നെ പുറത്തിറങ്ങി കുറച്ച് വീഡിയോ മാത്രമേ എനിക്ക് പിടിക്കാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ ഇതിന് മുന്നേ ഇട്ട വീഡിയോയിൽ നമ്മുടെ ഹയാത്ത് പ്ലാസായി പോയിട്ട് കുറേ സാധനങ്ങൾ വാങ്ങിയതൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേ അത് നിങ്ങളൊന്നും കാണിച്ചിട്ടില്ലായിരുന്നല്ലോ. പിന്നെ എൻ്റെ കിച്ചണിൽ എനിക്ക് സ്ഥിരമായിട്ട് വരുന്ന കുറച്ച് കമൻറ്റുകളുണ്ട്, ഞാൻ ഈ എഗ് ബാസ്ക്കറ്റ് എവിടെ നിന്നാണ് വാങ്ങിയത് എന്ന് ചോദിച്ചിട്ട്. അപ്പോഴേ ഇത് ഞാൻ വാങ്ങിയേക്കുന്നത് ട്രെൻഡിയോളിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത്. പക്ഷേ കൈ കിട്ടിയപ്പോഴത്തേക്ക് വളരെ ചെറുതായിപ്പോൾ. ഒന്ന് എഗ് സ്റ്റോറേജ് ബോക്സാണ്, നല്ല റേറ്റ് ഉണ്ട്. പക്ഷെ നമുക്ക് നാട്ടിലൊരു 2000 രൂപയ്ക്കൊക്കെ ആമസോണിൽ ഇതിൻ്റെ വലുത് കിട്ടും. നാട്ടിൽ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ വന്നപ്പോൾ അത് കൊണ്ടുവരാൻ മറന്നതാണ്. ഇവിടോട്ട് കൊണ്ടുവരണമെന്ന് കരുതി വാങ്ങി വെച്ച സാധനം അത് അതേപോലെ നാട്ടിയിരിപ്പുണ്ട്. പിന്നെ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ആവശ്യമെന്ന് തോന്നുന്നത് മാത്രമേ ഞാൻ വാങ്ങിക്കാറുള്ളൂ കേട്ടോ. അങ്ങനെ വാങ്ങിയതാണ്. പക്ഷെ വാങ്ങി ഇത് വീട്ടിൽ കൊണ്ടുവന്നപ്പോഴത്തേക്ക് നമ്മൾ കൊടുത്ത പൈസയേക്കാൾ എനിക്ക് തോന്നുന്നു 75 റിയാലോ മറ്റോ ആയിട്ടുണ്ട്. പക്ഷെ അത് വളരെ ചെറുതായിരുന്നു. ഇക്കാടയിൽ നിന്ന് എനിക്ക് വഴക്കം കിട്ടി. പിന്നെ ഞാൻ വാങ്ങിയേക്കുന്നതാണ്ട് ഈ ഒരു ഇതിപ്പം എല്ലാവരും വാങ്ങുന്നുണ്ട്, നമ്മുടെ തട്ടിലൊക്കെ വെക്കാനും കൗണ്ടർ ടോപ്പിൻ്റെ പുറത്തൊക്കെ കുപ്പി വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ ട്രെൻഡിയോളിൽ നിന്ന് പണി കിട്ടിയ ഒരു സാധനം അതായി ഈ ഇരിക്കുന്നത്. ഇത് സത്യത്തിൽ ഞാൻ എന്തിനു വാങ്ങിയാന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് അത്യാവശ്യം നല്ല നമ്മൾ ഈ ഫുഡൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു സംഭവമാണ്, സെറാമിക്കിൻ്റെ. അങ്ങനെ കരുതിയിട്ട് വാങ്ങിയതാണ്. കൈ വന്നു കഴിയുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. വളരെ ചെറുതായിപ്പോയി. പക്ഷെ അതിന് റേറ്റും ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് എന്തെങ്കിലും സാധനമൊക്കെ ഇട്ട് വയ്ക്കാമെന്ന് കരുതി അങ്ങനെ തന്നെ വെച്ച്. പിന്നെ അന്ന് നമ്മൾ റാമിസിൽ പോയപ്പോൾ വാങ്ങിയതാണ് കേട്ടോ ഈ കപ്പ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എത്ര കപ്പുകൾ വാങ്ങിയാലും എനിക്ക് മടുക്കത്തില്ല. പക്ഷെ ഇങ്ങോട്ട് വാങ്ങിക്കൊണ്ട് വരാനും പറ്റത്തില്ല. എന്തായാലും കപ്പ് നമ്മളിങ്ങനെ ഹാങ് ചെയ്തിടുമ്പോൾ അത് കാണും, എന്നെ വഴക്ക് പറയുകയും ചെയ്യും.
പിന്നെ ഞാൻ ആ വീഡിയോയ്ക്കകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഗ്ലാസിൻ്റെ കുറേ ടൈപ്പ് കെറ്റിലുകൾ, കുറേ എന്താ പറയുന്നത് ഹീറ്റ് റെസിസ്റ്റ് ആയിട്ടുള്ള പിന്നെ കുക്ക് വെയറുകളൊക്കെ ഇപ്പോൾ ഒരുപാട് അവൈലബിളാണ്. ഞാൻ യൂസ് ചെയ്യുന്ന ഓരോന്ന് നിങ്ങൾ ചോദിക്കാറുണ്ട്. അത് മിക്കതും ആമസോൺ, ഷീൻ അങ്ങനെയൊക്കെയുള്ള ഓൺലൈൻ സൈറ്റിൽ നിന്ന് വാങ്ങിച്ചതാട്ടോ. ഇതിപ്പോൾ നമ്മുടെ ചുറ്റിലുള്ള ഏത് 5 റിയാൽ ഷോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ സാധനം കിട്ടും. ഞാനാണെങ്കിൽ ചായയൊക്കെ വെക്കുന്ന ഒരു പോട്ടാണ് കേട്ടോ വാങ്ങിയേക്കുന്നത്. എനിക്ക് ഇതിൻ്റെ വേറെ പാത്രം ഉണ്ട് എൻ്റെ കയ്യിൽ, പക്ഷേങ്കിൽ ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. 32 റിയാലാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ തന്നെ വലിയ പാത്രവും ഉണ്ട്, അതിനൊരു 36 റിയാൽ ആണെന്നാണ് തോന്നുന്നത്. കഴിഞ്ഞ വീഡിയോ, അതായത് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. എന്തായാലും അതിനൊരു പിടിയൊക്കെ ഉണ്ട്, നല്ല തടിയുടേത്. അത് ഞാനൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചായ ഇടണം, ഇനി ഇതിനകത്തൊന്ന് ചായ ഇട്ടെങ്കിലും ഒരു സമാധാനമാകത്തുള്ളൂ. നല്ല എന്താ പറയുക, നല്ല അത്യാവശ്യം നല്ല കട്ടിയൊക്കെയുള്ള നല്ല സംഭവമാണ്. ഇതിപ്പോൾ ഞാൻ കുട്ടുവിൻ്റെ കൂടെ പുറത്ത് പോയപ്പോൾ നമ്മളുടെ ഫാമിലി ഡിസ്കൗണ്ടിൽ നിന്ന് വാങ്ങിയതാണ്. എന്തെങ്കിലുമൊക്കെ ഫുഡ് ഐറ്റങ്ങൾ മക്കൾ ബാലൻസ് വെക്കുന്നത് ജസ്റ്റ് ഒന്നിട്ട് അടച്ച് വെക്കാമല്ലോ എന്ന് കരുതിയിട്ട് കാണാനൊരു ഭംഗിയുണ്ട്. അപ്പോൾ അങ്ങനെ വാങ്ങിയത്. 11 റിയാലായിട്ടേ ഉള്ളൂ. അപ്പോൾ അതാണ് വാങ്ങിയേക്കുന്നത്. പിന്നെ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ റാമിസിൽ പോയി കഴിഞ്ഞിട്ട് വാവ് 5 കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് വാങ്ങിയതാണ് കേട്ടോ ഈ ഗ്ലാസിൻ്റെ ജാറ്. എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ. ഓൺലൈനിലാണെങ്കിൽ ഇതിന് 30 റിയാൽ 35 റിയാലൊക്കെയാണ് ഒരു പീസിന് കിടക്കുന്നത്. ഞാൻ കുറേ ആയിട്ട് ഇതിങ്ങനെ തപ്പി തപ്പി നോക്കുമായിരുന്നു കേട്ടോ. ഇതിൻ്റെ ആ ഒരു അടപ്പുണ്ടല്ലോ, അതൊരു ബോൾ പോലെ ഇരിക്കുന്നത്, പക്ഷെ നല്ല കട്ടിയുള്ള സാധനം, നല്ല എയർ ടൈറ്റാണ് നമ്മളത് വെച്ച് കൊടുക്കുമ്പോൾ. പിന്നെ ആ ഒരു ജാറിന് നല്ല ക്വാളിറ്റി ഉണ്ട്. 575 ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ്. അതിന് നല്ല വെർത്താണ്. ഇതിൻ്റെ ചെറുതുണ്ട് വലുതുണ്ട്, സെയിം പ്രൈസ് തന്നെ. പിന്നെ ഈ ചെറിയ ഗ്ലാസിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, അത് 3 പീസിന് 575 ആണ്. അത് ഞാൻ ആ ഒരു 3 ലെയറിൻ്റെ തട്ട് കാണിച്ചില്ലേ, അപ്പോൾ അതിൽ ഒന്ന് സെറ്റ് ചെയ്യാം എന്ന് കരുതിയിട്ട് വാങ്ങിയതാണ് കേട്ടോ. പിന്നെ അതാ ഈ ഗ്ലാസിൻ്റെ ഈ സംഭവം, ഈ ഒരു ജാറിനും 575 ആണ് ഒരു പീസിന്. അത് ഞാൻ ഒരു 6 പീസ് എടുത്തിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഇട്ട് വയ്ക്കാൻ. എപ്പോഴും നമ്മൾ കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള എന്ത് ടിന്നുകൾ വാങ്ങിച്ചാലും ഗ്ലാസിൻ്റെ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മളുടെ ഫുഡൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് നമ്മൾ ഇട്ട് വെക്കുന്ന സാധനങ്ങൾ വളരെ ഹെൽത്തി ആയിട്ടിരിക്കും. പ്ലാസ്റ്റിക്കിൻ്റെതിനേക്കാൾ എന്തുകൊണ്ട് നല്ലത് ഗ്ലാസിൻ്റെയാണ്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ മാത്രം മതി. പിന്നെ കുറച്ച് നല്ല ക്വാളിറ്റിയുള്ള കട്ടിയുള്ള ഗ്ലാസിൻ്റെ സാധനങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. അതായത് ഇത് നോക്കി ഈ രീതിയിൽ നമുക്കിതിട്ട് കൗണ്ടർ ടോപ്പിൻ്റെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. എൻ്റെ ഇവിടുത്തെ കൗണ്ടർ ടോപ്പ് എന്താ പറയുന്നത് ഫൈബറിൻ്റെ ആണ്. അപ്പോൾ അത് ഇനി ഇൻഷാ അല്ലാഹ് നോമ്പിന് മുമ്പ് അതൊന്ന് മാർബിൾ ആക്കണം എന്ന് വലിയ ആഗ്രഹമുണ്ട്. ഇക്കായ്ക്ക് ടൈം കിട്ടാത്തത് കൊണ്ടാണ്. അപ്പോൾ അത് മാറ്റിയിട്ടെല്ലാം ഒന്ന് സെറ്റ് ചെയ്യാമെന്നൊക്കെ കരുതിയിട്ടിരിക്കുക. പിന്നെ ഇത് ഞാനിപ്പം കുട്ടുവിൻ്റെ കൂടെ പോയപ്പോൾ വാങ്ങിയതാണ്. ഇത് നമുക്ക് എവിടെയെങ്കിലും കതവിലോ അല്ലെങ്കിൽ നമ്മളുടെ കിച്ചൻ്റെ കബോർഡിൻ്റെ സൈഡിലൊക്കെ ഹാങ് ചെയ്തിടാൻ പറ്റുന്ന ഒരു സ്റ്റോറേജ് സംഭവമാണ്. അത് രണ്ടും അങ്ങനെ തന്നെയാണ്. ഒരു പീസിന് 11 റിയാലാണ്. നമ്മളുടെ കിച്ചൺ കബോർഡിനകത്തോ അല്ലെങ്കിൽ തുണി വയ്ക്കുന്ന അലമാരി ഉണ്ടല്ലോ, അതിനകത്തൊക്കെ നമുക്കിത് പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. തെള്ളി ഇങ്ങനെ അകത്തോട്ട് കയറ്റി വെച്ച് കൊടുക്കാനായിട്ട് പറ്റും. നല്ല കട്ടിയിൽ നല്ല ബലത്തിൽ അത് ഇരുന്നോളും. ഇപ്പോൾ ഏത് 5 റിയാൽ ഷോപ്പിൽ നോക്കിക്കഴിഞ്ഞാലും ഉണ്ടല്ലോ ഇങ്ങനെ നമ്മൾ ഓൺലൈനിൽ കാണുന്ന എല്ലാ സാധനങ്ങളും കാണും. വളരെ ക്ഷമയോടുകൂടി നമ്മൾ തിരഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം സാധനങ്ങളൊക്കെ കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് കിട്ടും. ഇക്കാടെ ഫുള്ള് ഡ്രസ്സും, അതായത് സ്റ്റിഫാൻ ഷെൻ മുക്കിയിട്ട് ഇങ്ങനെ ഹാങ് ചെയ്തിട്ട് ഉണക്കി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഇനി മടക്കിയിട്ട് അയൺ ചെയ്യാനായിട്ട് കൊടുക്കണം. അയൺ ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞിട്ട് അത് തിരിച്ച് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇവിടെ ഇട്ടും അയൺ ചെയ്യും. അതെന്താണെന്നറിയത്തില്ല കേട്ടോ. ഇത് മുന്നേ ഉള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇക്കായ്ക്ക് അയൺ ചെയ്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാലും ഒരു തൃപ്തിയില്ല. എന്നാൽ അത് സ്വന്തമായിട്ട് അയൺ ചെയ്യും, അതും സമ്മതിക്കത്തില്ല. കൊടുത്തിട്ട് തിരിച്ചു കൊണ്ടുവന്ന് ഓരോ തവണ പുറത്തു പോകുമ്പോഴും ഇടുമ്പോഴും മെനക്കെട്ട് നിന്ന് ഇങ്ങനെ അയൺ ചെയ്യും. ആ ഒരു സമയത്ത് നമ്മൾ എത്ര ഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാലും നമുക്കും അയൺ ചെയ്ത് തരും കേട്ടോ. ഒരു മടുപ്പില്ല ആ ഒരു കാര്യത്തിൽ. ഇങ്ങനെ ടൈം എടുത്ത് നിന്ന് ചെയ്യും പുള്ളി. എന്താണെന്നറിയത്തില്ല. ആ സമയത്താണ് ഞാനും മക്കളുമൊക്കെ ഡ്രസ്സ് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. അയൺ ചെയ്ത് നല്ല നീറ്റാക്കിയിട്ട് തരും. ഇക്കായ്ക്ക് എപ്പോഴും നല്ല നീറ്റായിട്ട് ഡ്രസ്സൊക്കെ നല്ല ഉടയാതെ നല്ല ഫ്രഷായിട്ട് പുറത്ത് പോകണം. അല്ലെങ്കിൽ അത് വീട്ടിൽ നിൽക്കുമ്പോഴും അങ്ങനെ തന്നെ ആണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ് പുള്ളി. ഞാനൊക്കെ ആണെങ്കിൽ മെനക്കെട്ട്, എനിക്കതൊന്നും ഇഷ്ടമേ അല്ല മെനക്കെട്ട് തേക്കുന്നതൊന്നും. പോകുമ്പോൾ എടുത്ത് തേക്കും, ഇട്ടുകൊണ്ട് പോവും, അത്ര തന്നെ. അപ്പോൾ കുറേ ഡ്രസ്സ്
ഡ്രസ്സൊക്കെ ഒന്ന് മടക്കി വെക്കാനുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇനിയിപ്പം ഹാളിനകം എല്ലാം ഒന്ന് ക്ലീൻ ആക്കണം, തൂത്ത് തുടച്ചൊക്കെ ഒന്ന് വൃത്തിയാക്കണം. പിന്നെ ഈ ഹാങ്ങർ ഉണ്ടല്ലോ, അത് നമുക്ക് കുറേ ഇങ്ങനെ നമ്മൾ അയൺ ചെയ്യാൻ കൊടുക്കുന്നിടത്ത് നിന്ന് കിട്ടും. എനിക്കാണെങ്കിൽ ഇതിങ്ങനെ പറക്കി കളയുന്നത് തന്നെ പണി. നാട്ടിലൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാമായിരുന്നു. ഇവിടെ പക്ഷെ അതൊന്നും പറ്റത്തില്ലല്ലോ. ഉപയോഗശൂന്യമായിട്ടുള്ള ഇങ്ങനത്തെ സാധനങ്ങൾ അപ്പോഴേ പുറത്ത് കളയുക തന്നെ ചെയ്യും. എപ്പോഴെങ്കിലുമൊക്കെ ബോറടിക്കുമ്പം വീട്ടിലെ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ അതിൻ്റെ ഒരു റുട്ടീനൊക്കെ ഞാൻ മാറ്റി കൊടുക്കാറുണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടം തോന്നുന്ന സമയത്ത് ജോലി ചെയ്യുക എന്നുള്ള ആ ഒരു അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് വരുമല്ലോ. ഇപ്പോഴും ഞാൻ രാത്രിയിൽ ആണ് കൂടുതലും ക്ലീനിങ് ചെയ്യുന്നത്. എൻ്റെ ഒരു ക്ലീനിങ് എന്ന് പറയുന്നത് രാത്രിയിൽ ഫുഡ് ഉണ്ടാക്കുന്നതിന് തൊട്ട് മുമ്പ് എല്ലാം തൂത്ത് തുടച്ച് വൃത്തിയാക്കുക. രാത്രി ഫുഡ് ഉണ്ടാക്കിയതിന് ശേഷം കിച്ചണും ക്ലീൻ ആക്കി കഴിയുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നതാണ് പിറ്റേ ദിവസം ഈവനിങ് വരെയും വലുതായിട്ടൊരു ജോലി ഉള്ളതായിട്ട് തോന്നുന്നില്ല. വീണ്ടും ഈവനിങ് കഴിയുമ്പോഴത്തേക്ക് നമ്മളുടെ ഇഷ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഒരു ക്ലീനിങ്ങിന് നിൽക്കുമ്പം ഭയങ്കര ഒരു ഫ്രഷ് ഫീലാണ് പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ. അതായത് ഫുഡ് ഉണ്ടാക്കുക എന്നുള്ളൊരു ടാസ്ക് ഉണ്ട്. അതൊഴിച്ച് കഴിഞ്ഞാൽ ക്ലീനിങ്, തുണി കഴുകൽ, വിരിക്കൽ, മടക്കൽ, ഇതൊക്കെ രാത്രിത്തേടം കൊണ്ട് തന്നെ കഴിയുമ്പോൾ എനിക്കത് കുറച്ചും കൂടെ ടൈം കിട്ടുന്നതായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ ഇതും ബോറടിക്കും. നമുക്ക് എപ്പോഴാണെങ്കിലും ഒരു 1 വീക്കൊക്കെ കഴിയുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തികൾ നമുക്ക് ബോറടിക്കാറുണ്ട് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഞാനിപ്പോൾ ദാണ്ട് രാത്രിയിൽ എൻ്റെ ഹാളെല്ലാം വൃത്തിയാക്കി, എൻ്റെ വീട് ഫുള്ള് ഞാൻ നീറ്റാക്കിയിട്ടുണ്ട്. കുറച്ച് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. മക്കളെ ഇനി നേരത്തെ കിടക്കും ഫുഡ് കഴിച്ചിട്ട്. പിറ്റേ ദിവസം അവർക്ക് സ്കൂളുണ്ട്. സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് വലുതായിട്ടുള്ള വലുതായിട്ട് അവർ ആക്റ്റീവ് ആവുന്നില്ല. അവർക്ക് ട്യൂഷൻ, മദ്രസ, വീണ്ടും പിറ്റേന്ന് സ്കൂള്, അതൊക്കെ കൊണ്ടായിരിക്കും ഈ വീടിങ്ങനെ നമുക്ക് ഈ ഒരു ടൈമിൽ വൃത്തിയായിട്ട് സൂക്ഷിക്കാനായിട്ട് പറ്റുന്നത്. മക്കൾക്ക് സ്കൂളില്ലാത്ത ആ വീക്കെൻഡ് 2 ദിവസം ഉണ്ടല്ലോ, ആ ദിവസം അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് വിട്ടുകൊടുക്കാം. അവർ നന്നായിട്ട് കളിച്ച് തിമിർത്തൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ റൊട്ടീനൊക്കെ വീണ്ടും നമുക്ക് മാറ്റി കൊടുക്കാം. എന്തായാലും ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. പകൽ ഒരുപാട് സമയമുള്ളതുപോലെ ഫീൽ ചെയ്യുന്നതല്ല, ശരിക്കും നമുക്കത് ആസ്വദിക്കാനായിട്ട് പറ്റും. മക്കളെ ട്യൂഷനിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കാനായിട്ട് കൊടുക്കണം. കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഏത്തപ്പഴം ഒരു മൂലയിലിരിക്കുക, ആരും കഴിച്ചിട്ടില്ല. അതിനിപ്പം അത്യാവശ്യം നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. പഴംപൊരി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. കഴിക്കുമോ എന്നറിയില്ല, എങ്കിലും റെഡിയാക്കി വെച്ച് കൊടുക്കാം ചായയുടെ കൂടെ. ഡയറ്റ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഇങ്ങനെയുള്ള ഒരു ഫ്രൈഡ് ഐറ്റങ്ങൾ ഞാൻ കഴിക്കാറില്ല. മൈദ ഒക്കെ ശരിക്കും പറഞ്ഞാൽ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. മക്കൾക്കാണെങ്കിൽ കോഫി മതി എന്ന് പറഞ്ഞ്, അതുകൊണ്ട് ഞാൻ അവർക്ക് കോഫിയാണ് റെഡിയാക്കി കൊടുക്കുന്നത്. മിട്ടുവിന് പഴംപൊരി കണ്ടിട്ടൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ. പക്ഷേ നല്ല പഴുത്ത പഴം വെച്ചിട്ടുള്ള അതാകുമ്പം ഒരു എന്താ പറയുന്നത്, എനിക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മക്കളോട് പറഞ്ഞു ഭയങ്കര ടേസ്റ്റ്, കഴിച്ചു നോക്കുന്നൊക്കെ തള്ളിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ബിസ്ക്കറ്റ് കൂടി വേണമെന്ന് പറഞ്ഞ് അങ്ങനെ റിറ്റ്സിൻ്റെ ബിസ്ക്കറ്റ് കൂടി എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്.
എന്തേ ഇതൂടെ കൊണ്ടുപോയി വെക്ക്. മക്കൾക്ക് ഫുഡ് എടുത്തു കഴിഞ്ഞാൽ തന്നെ പകുതി സമാധാനവും. ഇനി രാത്രിത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കണം. അതിനുവേണ്ടി ബീഫ് കറിക്ക് ഉള്ളിയും പച്ചമുളകൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കുക. കുക്കറിനകത്ത് എളുപ്പത്തിൽ വെച്ചെടുക്കാൻ പറ്റുന്നൊരു ബീഫ് കറിയാണ് കേട്ടോ റെഡിയാക്കുന്നത്. കുക്കർ അടുപ്പ് വെച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്, വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. അതിനുശേഷം സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ബീഫ് കറിയോടൊപ്പം തന്നെ പാലക്ക് പനീറും കൂടെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ റെസിപ്പിയും കൂടെ ഞാനൊന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും അറിയാവുന്നെങ്കിലും ജസ്റ്റ് അറിയാത്തവർക്കായിട്ട് മാത്രമാണ് കേട്ടോ ഇത് ഷെയർ ചെയ്യുന്നത്. ബീഫ് കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള സവാള, പച്ചമുളകൊക്കെ വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു വലിയ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ കറിക്ക് നല്ല പുളിയായിട്ട് തോന്നും. അതുകൊണ്ട് തക്കാളി കുറച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് വഴണ്ട് വരട്ടെ. ഉള്ളി നന്നായിട്ട് വാടി വന്നതിന് ശേഷം അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല പൗഡർ, ഉപ്പ് ഇത്രയും ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്നുകൂടെ പച്ച മണമൊക്കെ മാറിക്കഴിയുമ്പോൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന ബീഫ്, അതിനകത്ത് എല്ലിൻ്റെ കഷ്ണവും അതേപോലെ കരൾ ഇതൊക്കെ ചേർന്നിട്ടുള്ള ബീഫാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. പാലക്കൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അത് നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കും. ഒരു 10 മിനിറ്റ് ഒന്ന് തിളച്ച വെള്ളത്തിലോട്ട് ഇട്ടിട്ട് അതൊന്ന് ആ ഒരു ഇലയൊന്ന് വേവിച്ചെടുക്കണം. ഇലയൊന്ന് കുക്കായി വന്നു കഴിയുമ്പോൾ അത് നമ്മൾ എടുത്തിട്ട് നല്ല തണുത്ത വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കണം. നന്നായിട്ട് തണുത്ത വെള്ളത്തിൽ ഇട്ട് കൊടുക്കണം. കുറച്ച് ഐസ് വെള്ളം അതിൻ്റെ പുറത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. തൊണ്ടയിരിക്കുന്നതിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാണ്ട് ചൂടുവെള്ളം കുടിക്കുക. ക്ലൈമറ്റ് മാറുന്നതിൻ്റെ. ഇനി നമുക്ക് പാലക്ക് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിലോ ബട്ടറോ എടുക്കാം. അതിനുശേഷം ചെറിയ ജീരകമാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. അത് പൊട്ടി വന്നതിന് ശേഷം ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞതും എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ ഞാൻ ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴണ്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ തക്കാളി ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, അതേപോലെ തന്നെ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. പിന്നെ മുളക് പൊടി ഇത്രയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിനൊരു ഫ്ലേവർ കിട്ടുന്നത് ചെറിയ ജീരകത്തിൻ്റെ പൊടിയും ഒറിഗാനോ ഉണ്ടല്ലോ അതുകൂടി നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ചേർക്കുന്നുണ്ട്. അതാണ് ഈ ഒരു പിന്നെ നോർത്ത് ഇന്ത്യൻ ഡിഷിനൊക്കെ പ്രത്യേകിച്ചൊരു ഫ്ലേവർ കിട്ടുന്ന ഇങ്ങനെയുള്ള ചെറിയ ജീരകം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ചേർക്കുമ്പോഴാണ്. പിന്നെ നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു പാലൊക്കെ ഉണ്ടല്ലോ, അത് മിക്സിയുടെ ജാറിലൊന്ന് അരച്ചിട്ട് പേസ്റ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ ഒഴിച്ചു കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചെറുതായിട്ട് കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. എപ്പോഴും ഞാൻ അരച്ച് പേസ്റ്റ് ആക്കിയിട്ടാണ് കറി വയ്ക്കാറുള്ളത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തല്ല, ആ ഇലയുടെ പച്ച ചെവയൊന്ന് മാറി വരുമ്പോൾ അതിലേക്ക് നമുക്ക് പനീർ ഇട്ട് കൊടുക്കാം. പനീർ റോസ്റ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് ഹെൽത്തിയായിട്ട് ചെയ്യുന്നത് കൊണ്ട് അധികം ഓയിലിൻ്റെ പരിപാടിയൊന്നും ചെയ്യാത്തത് കൊണ്ട് ഇത് റോസ്റ്റ് ചെയ്യുന്നില്ല, ഡയറക്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് അത് കുറുകി വരുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. നമ്മളുടെ ബീഫ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. എളുപ്പ പരിപാടിക്ക് മാത്രമേ ഞാൻ ഇങ്ങനെ ബീഫ് കറി വെക്കാറുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ബീഫ് കുക്ക് ചെയ്തതിന് ശേഷം നമ്മളുടെ പൊടി ഐറ്റങ്ങളൊക്കെ നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് നാടൻ രീതിയിലാണ് കറി വെക്കുന്നത്. പക്ഷേ ഇങ്ങനെ വെച്ചാലും ടേസ്റ്റിലൊന്നും ഒരു വ്യത്യാസം വരത്തില്ല കേട്ടോ, അടിപൊളിയാണ്. ഇനി ഒരു ഉരുളിപ്പാത്രത്തിലോട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം തേങ്ങാക്കൊത്ത്, അതേപോലെ ചെറിയ ഉള്ളി, നമ്മളുടെ കറിവേപ്പില ഇതൊക്കെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിനുശേഷം കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന നമ്മളുടെ ബീഫ് കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല ഡ്രൈ ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ബീഫ് കറിക്ക്. ബീഫിന് നെയ്യുള്ളതായിരുന്നു കേട്ടോ, അതാണ് ഇതിനകത്ത് ഓയിലിൻ്റെ കണ്ടൻറ്റ് നന്നായിട്ടുള്ളതുപോലെ തോന്നുന്നത്. പക്ഷെ അത്രയ്ക്കില്ല, എങ്കിലും നെയ്യ് ഇറങ്ങിയിട്ടുണ്ട് നന്നായിട്ട്. നെയ്യുള്ള ബീഫാണല്ലോ ടേസ്റ്റും കൂടുതൽ. പിന്നെ രാത്രി കാലങ്ങളിൽ കഴിവിൻ്റെ പരമാവധി ബീഫ് കൂട്ടാതെ ഇരിക്കുക, കാരണം നമ്മുടെ ഉറക്കം ശരിയാവത്തില്ല. അല്ലെങ്കിൽ നമ്മളൊരു 7 o'clock മുമ്പായിട്ട് ഡിന്നർ കഴിക്കണം. പാലക് പനീർ റെഡി ആയിട്ടുണ്ട് കേട്ടോ, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണമേ, അടിപൊളി ടേസ്റ്റാണ്. ബീഫ് എത്രത്തോളം ഡ്രൈ ആക്കി എടുക്കുന്നു അത്രത്തോളം ടേസ്റ്റാണ്. ഇന്നല്ല, പിറ്റേ ദിവസം രാവിലെ എടുക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും. എന്തായാലും ഇക്കായ്ക്കാണെങ്കിൽ ഞാൻ രാത്രിയിലത്തേക്ക് കുറച്ച് നമ്മുടെ റാഗിയുടെ ദോശയാണ് റെഡിയാക്കുന്നത്. അത് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. ജസ്റ്റ് റാഗി ദോശയാണ്, ഇവിടെ കുട്ടൂന് വേണമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഇപ്പം റാഗിയുടെ ദോശ ഞാൻ ചുട്ടെടുക്കുന്നത്. ചില ദിവസമൊക്കെ അവൻ നേരത്തെ ഫുഡ് കഴിക്കും. അപ്പം ഇന്ന് റാഗി ദോശയാണ് കുട്ടൂനും ഇക്കായ്ക്കും. മക്കൾക്ക് അല്ലാതെ സാധാ ദോശയുടെ മാവിരിപ്പുണ്ട്, അപ്പോൾ അതാണ് അവർക്ക് ഡിന്നറായിട്ട് കൊടുക്കുന്നത്. ഡയറ്റ് ചെയ്യുന്നവർക്ക് ഏറ്റവും ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് റാഗി ദോശയും. ഇതിനകത്ത് റൈസൊന്നും ചേർന്നിട്ടില്ല, റാഗിയും ഉഴുന്നും മാത്രമേ ചേർന്നിട്ടുള്ളൂ, ഒരല്പം ഉലുവയും, പിന്നെ നമ്മുടെ പാലക് പനീറും കേട്ടോ. അടിപൊളിയാണ്, ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇക്ക കുറച്ച് ലേറ്റായിട്ട് വന്നത്, അപ്പോൾ ഞാൻ ഇക്കായ്ക്ക് പഴംപൊരിയും ബീഫും കൂടെ വെച്ച് കൊടുത്തത് എങ്ങനെ ഉണ്ടെന്നറിയാൻ. ടേസ്റ്റ് ഇങ്ങോട്ട് പിടിക്കത്തില്ലേ? മധുരവും എരിവും കൊള്ളാല്ലേ? നീ അഴിച്ചു നോക്കിയടാ. ബോണ്ടയും ബീഫ് കറി പഴുത്തു. എങ്ങനെയുണ്ട്? കൊള്ളാം. അതെ, ഒരു കാര്യം പറയാൻ മറന്നുപോയി. വീഡിയോ തീരുന്നതിന് മുമ്പ് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ, മറക്കല്ലേ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്.